അമ്മേ മോനെ എനിക്കിന്ന് നാട്ടിലേക്ക് പോണം. നാട്ടിലേക്കോ? അതെ, എന്റെ വീട്ടിലേക്ക്. ഗോപിയെ വരാൻ പറഞ്ഞ് കമ്പി അടിച്ചിട്ടുണ്ട്. ഇത് തീരുമാനമാണോ? അതെ, നിങ്ങൾ ആദ്യം കുടിച്ചു വന്ന ദിവസം തന്നെ ഞാൻ തീരുമാനിച്ചതാണ്. ഇനിയും നിങ്ങൾ കുടിച്ചു വന്നാൽ നിങ്ങളെ ശല്യപ്പെടുത്താതെ ഒഴിഞ്ഞു മാറുന്നതാണ് നല്ലതെന്ന്. ഇന്നലെയും നിങ്ങൾ കുടിച്ചു ബോധം നശിച്ച് ഒരു അന്യ പുരുഷനെയും കൊണ്ടല്ലേ അർദ്ധരാത്രിക്ക് വീട്ടിൽ കയറി വന്നത്. ശേഖർ സാർ നമുക്ക് അന്യനാണോ? പിന്നെ അയാളും എന്റെ ഭർത്താവാണോ? ഞാൻ അയാളുടെയും ഭാര്യയാണോ? ഇന്നലെ അയാൾ എന്നെ കയറി പിടിക്കാൻ വന്നു, എന്നെ ബലാത്കാരം ചെയ്യാൻ വന്നെന്ന്. നിങ്ങളെ വിളിച്ച് ഞാൻ കരഞ്ഞു. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞില്ല. നമ്മുടെ പട്ടിയില്ലേ, അവനാണ് എന്നെ രക്ഷിച്ചത്. എന്റെ മനഃശുദ്ധി കൊണ്ടും ഭക്തി കൊണ്ടും മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഇന്ന് വീണ്ടും നിങ്ങൾ മദ്യവെച്ച് നിങ്ങളുടെ ശേഖർ സാറിനെ കൂട്ടിക്കൊണ്ടു വന്നാൽ ഒരു പക്ഷെ എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചെന്ന് വരില്ല. വേണ്ട, ഇപ്പോൾ നിങ്ങൾ എങ്ങും പോണ്ട. നമുക്ക് ഈ ജോലി വേണ്ട. നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോവാം. എങ്കിലും ഒരു പട്ടി സാറിനെ ഇങ്ങനെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ. കഷ്ടമായി പോയി. തങ്കപ്പ, ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ജീവിതത്തിൽ ആദ്യമായി. ശേഖർ, രാഘവൻ എന്താ അവിടെ നിൽക്കുന്നത്? ഇവിടെ വന്നിരിക്കണം. ശേഖർ സാറ് എനിക്ക് ബംഗ്ലാവും മാനേജർ ഉദ്യോഗവും മദ്യവും തന്നത് പിന്നെ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് വിചാരിച്ചോ? നിന്റെ സുശീലയെ കണ്ടത് മുതൽ എനിക്ക് അവളോടൊരു മോഹം തോന്നി. ആ മോഹം സാധിക്കാൻ വേണ്ടി മാത്രം നിന്നെ സന്തോഷിപ്പിക്കാൻ തീർച്ചപ്പെടും. നിന്റെ മോഹം ഞാൻ സാധിപ്പിച്ചു തരാം. ഭാര്യയെ കൊണ്ടുവന്നിട്ടുണ്ടോ?
സുശീലേ, നീ എന്നെ ഇനിയും ശരിയായി മനസ്സിലാക്കിയിട്ടില്ല. അച്ഛൻ എന്താ ഇനിയും വരാത്തത്? മോൻ ഉറങ്ങിക്കോ, അച്ഛൻ വന്നിട്ട് വിളിക്കാം. വേണ്ട, ഞാൻ അച്ഛൻ വന്നിട്ട് ഉറങ്ങുന്നുള്ളൂ. അമ്മേ, അച്ഛൻ വന്നു. നിങ്ങൾ ആരാ? ഞാൻ എസ്റ്റേറ്റിലെ ഒരു ജോലിക്കാരനാണ്. രാഘവൻ സാറ് ശേഖരൻ സാറിന്റെ ബംഗ്ലാവിൽ ഇരിപ്പുണ്ട്. നിങ്ങളെ കൂട്ടിക്കൊണ്ടെല്ലാം പറഞ്ഞു. ഈ അസമയത്ത് അവിടെ എന്താ വിശേഷം? അതൊന്നും എനിക്കറിയില്ല. ഇല്ല, ഞാൻ വരില്ല. അത്യാവശ്യമാണെങ്കിൽ അദ്ദേഹം തന്നെ വന്ന് വിളിച്ചോണ്ട് പോട്ടെ. എന്റെ കൊച്ചിനെ വിട്. അയ്യോ, വിട്. അയ്യോ, അയ്യോ, എന്നെ വിട്. മോനെ, അയ്യോ, അയ്യോ, എന്നെ, അയ്യോ, എന്നെ വിട്. ഇനി എന്റെ അടുത്ത് വരരുത്. എനിക്കെല്ലാം മനസ്സിലായി. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല. അയ്യോ, സുശീലേ, സുശീലേ, രാഘവേട്ടാ. സുശീലേ, രാഘവേട്ടാ, ഇവിടെ ആരും ഇല്ലേ?
ശവശരീരം അവിടെ വിട്ടിട്ട് വന്നിരിക്കുന്നു. അത് ഉടനെ അവിടുന്ന് മാറ്റണം. അതിനെന്താ വഴി? ഒരു വഴിയും കാണുന്നില്ല. ചുടലഭദ്രകാളിയെ പോലെയല്ലേ നിൽപ്പ്. അങ്ങോട്ട് അടുക്കാൻ വയ്യ. ശേഖർ സാർ, ഞാനാണ്. എന്ത് വേണം? ഞാൻ രാഘവന്റെ വീട്ടിൽ നിന്ന് വരികയാണ്. രാഘവന്റെ വീട്ടിൽ നിന്നോ? ഞാൻ അദ്ദേഹത്തിന്റെ അളിയനാണ്, ഗോപി. അവിടെ ആരെ കൊന്നിട്ടിരിക്കുന്നു സാർ. വാട്ട്? കൊന്നിട്ടിരിക്കുന്നു? അതെ, രാഘവേട്ടനെ സുശീലയെ അവിടെ കാണാനുമില്ല. നമുക്ക് അന്വേഷിക്കാം. എന്തായാലും നിങ്ങൾ ഈ കാര്യം ഇവിടെ വന്ന് പറഞ്ഞത് നന്നായി. തങ്കപ്പ, സാർ, നീ ഗോപിയെ കൂട്ടിക്കൊണ്ട് രാഘവന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തു ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ശരി സാർ, വരൂ. വരൂ. ഇതാ, ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. നിങ്ങൾ ഇയാളെ അറിയില്ലേ? എനിക്കറിയില്ല. രാഘവേട്ടനും സുശീലയും കാണുന്നില്ലല്ലോ. അതാണല്ലോ ഞാനും ആലോചിക്കുന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? വിഷമിക്കണ്ട, എല്ലാം വേണ്ട പോലെ ശേഖരൻ മുതലാളി ചെയ്തു. എന്താ നിങ്ങൾ എന്നെ പിടിക്കുന്നത്? സാർ, ഇതാണ് പുള്ളി. തക്ക സമയത്ത് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഇവനെ പിടികിട്ടി. ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അയാളെ വിടണം. സാർ, ഇയാൾ പറയുന്നത് കേട്ടില്ലേ? ഞാനാണ് ഇയാളെ കൊന്നതെന്ന്. ഞാനല്ലേ ഇവരെ സാറിന്റെ വീട്ടിൽ പറഞ്ഞത്. നിങ്ങളോ എന്റെ വീട്ടിൽ വന്നെന്നോ? നല്ല കഥ. ഇൻസ്പെക്ടർ, ഇയാൾ ഒരു വെളഞ്ഞ പുള്ളിയാണെന്ന് തോന്നുന്നു. ശേഖർ സാർ. മതി മതി. കോൺസ്റ്റബിൾ, ഇയാളെ അറസ്റ്റ് ചെയ്യൂ. കോൺസ്റ്റബിൾ, നിങ്ങളോട് വെയിറ്റ് ചെയ്യൂ. ഞാൻ ആംബുലൻസ് അയക്കാം. നടക്കണം. ശേഖർ സാർ, നിങ്ങളും എന്റെ കൂടെ സ്റ്റേഷൻ വരെ വരണം. ഞാൻ എന്റെ കാറിൽ ഉടനെ അങ്ങോട്ട് എത്തിക്കോളാം. ഓക്കെ. കോൺസ്റ്റബിൾ. തങ്കപ്പ, സുശീല രക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമുക്ക് ആപത്താണ്. ഉടനെ അവളെ കണ്ടുപിടിക്കുവാൻ ഏർപ്പാട് ചെയ്യും. ശരി സാർ.